ഹായ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറി പരിചയപ്പെട്ടാലോ? നമ്മളെ ഇളനീർ കൊണ്ടൊരു സ്പെഷ്യൽ ചിക്കൻ കറി. നമുക്ക് ഇളനീര് വെച്ചിട്ട് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതായത് നമ്മൾ ഈ ചിക്കൻ കറിയുടെ പേര് തന്നെ ടെൻഡർ കോക്കനട്ട് ചിക്കൻ എന്നാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇളനീരിൻ്റെ ഉള്ളിലുള്ള കാമ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ 2 ഇളനീരിൻ്റെ വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആകെ വേണ്ടതുള്ളൂ സ്പെഷ്യലായിട്ട്. പിന്നെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാനിതിൽ മുളക് പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല. കുരുമുളക് പൊടി മാത്രമാണ് എരിവിന് വേണ്ടി, പിന്നെ പച്ചമുളകും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം ഈ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റും കൂടിയുണ്ട് ഈ കറിക്ക്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ കാമ്പ് മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇളനീരിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ കാമ്പൊന്ന് അരച്ചെടുക്കുകയാണ്. ഇളനീരിൻ്റെ ഉള്ളിലുള്ള ഈ കാമ്പ് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ പേസ്റ്റാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടത്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് മാരിനേഷൻ ചെയ്ത് വെക്കണം നമ്മുടെ ചിക്കൻ. അപ്പം ഞാൻ മെയിനായിട്ട് മേജർ പോർഷനും ഇത് ബോൺലെസ് ആണ്. അപ്പം ഞാനിവിടെ 1-2 പീസസ് മാത്രമേ ബോണുള്ളൂ ഇതിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ചിക്കനിലോട്ട് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം ഗരം മസാല, പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ 1 ടേബിൾ സ്പൂണ്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പേസ്റ്റ് ഉണ്ടല്ലോ, ഇളനീരിൻ്റെ പേസ്റ്റ്, അതൊരു 3-4 ടേബിൾ സ്പൂണ്, ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമ്മൾ ഇളനീര് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇളനീര് വെച്ചാണ് നമ്മളിതിൽ മാരിനേഷൻ ചെയ്ത് വെക്കുന്നത്. അതായത് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഇളനീര് വെച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇനി കറി പാർട്ട് വരുമ്പോൾ ഈ ഇളനീര് ആണ് നമ്മൾ ചേർക്കുള്ളൂ, അല്ലാതെ നമ്മളിതിൽ വെള്ളം ചേർക്കുന്നേ ഇല്ല. അപ്പം ഇതേപോലെ മാരിനേഷൻ ചെയ്തിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് വെക്കണം. അപ്പം ഇതിലെ മേജർ പോർഷനും ബോൺലെസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 15ഓളം ചെറുള്ളിയാണ്. ചെറുള്ളി നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ 3 നല്ല എരിവുള്ള പച്ചമുളക്, പിന്നെ വേപ്പില. അപ്പം നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറുള്ളിയും സവോളയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അത് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ വേപ്പില, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റണം. നമുക്ക് ഈ സമയം നമ്മളെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമുക്കിതൊന്ന് അടുത്ത സ്റ്റൗ ടോപ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. നമുക്ക് നന്നായി മൊരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ആദ്യം ഇതൊന്ന് നമ്മൾ ഇളനീരൊക്കെ വെച്ച് മാരിനേഷൻ ചെയ്തുകൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ അതൊക്കെ വറ്റിയിട്ട് ഒന്ന് ഫ്രൈ ആവണ പരുവുണ്ടല്ലോ, അതായത് ഒരു എണ്ണ തെളിയുന്ന പരുവം. അപ്പോൾ അതാവുമ്പോഴാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് അടയ്ക്കുക, ഇളക്കുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ വെള്ളമൊക്കെ മാറിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ഇവിടെ അടയ്ക്കുക, തുറക്കുക അങ്ങനെ ചെയ്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ താഴേക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റണം. അപ്പം അതിന് വേണ്ടി തുറന്ന് വയ്ക്കാം. തുറന്ന് വയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വറ്റി കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എണ്ണ തെളിയേണ്ട ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വറ്റിയിട്ട് നമ്മൾ എണ്ണ തെളിയുമ്പോഴാണ് നമുക്ക് എടുത്ത് മാറ്റേണ്ടത്. അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല ഏകദേശം ഇവിടെ പരുവത്തിലായിട്ടുണ്ട്.
അപ്പം നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ മസാല അതിലോട്ട് ഓരോ പൊടികളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിൽ ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കറിക്ക് മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് കുരുമുളക് പൊടിയാണ്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇറക്കണേക്ക് മുന്നേ നമുക്കൊരു ഇത്തിരിയും കൂടെ ഫ്ലേവറിന് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് വീണ്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ എരിവ് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വഴറ്റി വരുമ്പോൾ നമ്മുടെ വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇളനീരിൻ്റെ കാമ്പിൻ്റെ പീസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർക്കേണ്ട സ്റ്റേജ് എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ വെള്ളം യൂസ് ചെയ്യുന്നില്ല ഈ കറിക്ക്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇളനീർ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് മുഴുവനായിട്ട് ഒഴിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് 2 ഇളനീരിൻ്റെ വെള്ളമുണ്ട്. നമുക്ക് ആവശ്യം വേണ്ട വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒഴിച്ചിട്ട് അത് ആ വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി നല്ലോണം വേണമെങ്കിൽ ഒരു ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് അത്ര ഗ്രേവി വേണ്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസോളമാണ് ആകെ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ മാരിനേഷൻ ചെയ്യുമ്പോൾ 3 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല കറിയിൽ. ഇനി നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മളെ ചിക്കൻ ഈ ടെൻഡർ കോക്കനട്ട്, അതായത് നമ്മൾ ഇളനീരിൻ്റെ ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്ന് വെന്തിട്ട് ആ ടേസ്റ്റൊക്കെ ഫ്ലേവറും ഒക്കെ നമ്മളെ ചിക്കനിലോട്ട് കിട്ടണം നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് സിമ്മിലിട്ടിട്ട് നമ്മളെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് എരി നോക്കിയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഞാൻ 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് ഒരു ഇത്തിരി കുരുമുളകിൻ്റെ ഫ്ലേവർ വന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ഗ്രേവി, സെമി ഗ്രേവി ഒരു പരുവത്തിലുള്ള കറിയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ ഇളനീർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ റെസിപ്പി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. താങ്ക് യു.